ഹായ് ഫ്രണ്ട്സ്, ജാസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നല്ല വെതറൊക്കെയാണ് കണ്ടിട്ട്. അപ്പോൾ ജിഷ രാവിലെ വിളിച്ചിട്ട് നമുക്കൊരു പുതിയ വെറൈറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ജിഷയുടെ അടുത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ ജിഷയുടെ വീട്ടിൽ ചെന്നിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നോക്കി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ശോഭനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്നാൽ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ശോഭ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ശോഭയും കൂടെ പോയി അറബിക് മെഹദൂദ് ഒന്നുണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ അറബിക് മെഹദൂദിനുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്നറിയാവോ? അപ്പൊ ഞാൻ ഫ്രൈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയ്ക്കുള്ള കൂട്ടുകൾ ഇടുവാണ്. ഞാൻ വലിയ ബേ ലീഫ് ആയതുകൊണ്ട് ഇത് സാധാരണ ഉണങ്ങിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഇവിടെ പച്ചയുള്ളതുകൊണ്ട് ഞാൻ പച്ചയാണ് എടുത്തത്. അപ്പം അത് ഇതിൻ്റെ അകത്തോട്ടിട്ടു. പിന്നെ എടുത്തത് പെരിഞ്ജീരകമാണ്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ കറുവാപ്പട്ട, അത് ഒരു 4-5 അത് ചെറുതായിട്ട് നമ്മൾ ഒടിച്ചെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം എടുത്തു 1 ടേബിൾ സ്പൂണ്. പിന്നെ വറ്റൽമുളക് ഒരു 6-7 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും എടുത്തു ഒരു 6. പിന്നെ നമ്മുടെ കൊത്തമല്ലിയില്ലേ, അതും എടുത്തു 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഫ്രൈ പാനിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിലാട്ടോ ഇത് ഇട്ട് ഫ്രൈ ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അത് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ. സാധാരണ എല്ലാവരും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കറിലല്ല, കാരണം നമ്മുടെ കുക്കറിന് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കന് ഒരു പായസം പോലെയാവും. അതുകൊണ്ട് ഞാൻ ഈ കുക്കറിനകത്താണ് ഇതിൻ്റെ അകത്താണ് എടുത്തത്. അപ്പം പാത്രം ചൂടാവട്ടെ, അന്നേരം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇടാം, വോളായിട്ടുള്ളത്, അതായത് പൊടിക്കാത്തത് കേട്ടോ. പിന്നെ ഒരു 6-7 ഏലക്കായ ഇടാം. പിന്നെ തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയും, അത് ഒരു 3-4 ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ബേ ലീഫ് 1 ഇട്ടു. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കറുവാപ്പട്ടയും ഒരു 4-5 ഇട്ടു കേട്ടോ. സവോള ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ടാകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇടുവാണ്. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല, സ്പൂൺ എടുത്തില്ല എന്നൊന്നും ആരും കംപ്ലൈന്റ് പറഞ്ഞേക്കരുത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കൈകൊണ്ടല്ലേ അമ്മമാരുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിട്ട് എല്ലാം കൂടെ വഴറ്റുക കേട്ടോ. ഇഞ്ചി ഞാനൊരു ചെറിയ പീസാണ് എടുത്തത്, മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഇവിടുത്തെ കണക്കനുസരിച്ച് ഒരു 4 എടുത്താൽ മതി. ഇവിടുത്തെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി, അതുകൊണ്ട് ഞാനൊരു 4 വലിയ എടുത്തിട്ടുള്ളൂ. നാട്ടിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഒരു 8 എടുത്തു കേട്ടോ. ഞാൻ ഒരു 2 തക്കാളി ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് ഇടാം കേട്ടോ. അതൊന്നോ നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ടൊമാറ്റോ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടെ ആഡ് ചെയ്യാൻ പോകും കേട്ടോ. ഒരുപാട് വേണ്ട. നിങ്ങൾ ടൊമാറ്റോ പ്യൂരി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ടൊമാറ്റോ എടുത്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു കേട്ടോ. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഉണ്ടമുളക് എന്ന് ഇവിടെ പറയും, എനിക്കറിഞ്ഞുകൂടാ ഇതിന്റെ പേരെന്താന്ന്. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാത്ത ഒരു 5 അതിൻ്റെ അകത്തോട്ടിടുവാണ്. അതുപോലെ തന്നെ ഒരു 1.5 ക്യാപ്സിക്കം ബെൽ പെപ്പർ
അത് ഒരു 1.5 എണ്ണം കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. 2 കറുത്ത ലെമൺ ഞാൻ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. അതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ആകെ ക്യൂബ്സ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മെൽറ്റ് ആയിക്കോളും പെട്ടെന്ന് തന്നെ. ഞാൻ ഏകദേശം ഒരു 2 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളം തോർന്ന്. അപ്പം ഞാൻ അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ എടുത്തുന്നേ ഉള്ളൂ. 1 കിലോ ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുത്തും ഉണ്ടാക്കാം. നമ്മുടെ നേരത്തെ ഞാൻ അറബിക് മസാല ഫ്രൈ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടോണേ. ചിക്കൻ ഏകദേശം ഒരു 5 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ എന്തുമാത്രം റൈസാണ് എടുക്കുന്നത്, അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇരുന്നൊന്ന് തിളക്കട്ടെ. നമ്മുടെ ചിക്കൻ കുക്കായി വരട്ടെ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെന്താ സാധനം എന്ന്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ആ സാധനം. എന്നെ പോലെയുള്ള മടിച്ചുകൾക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ എപ്പോഴും എന്താ ക്ലീൻ ചെയ്യാനൊക്കെ മടിയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു സാധനം വെച്ചാൽ മതി. നമ്മൾ എന്ത് ഉണ്ടാക്കുവാണെങ്കിൽ അത് ഇതിൻ്റെ ചുറ്റും വീഴുള്ളൂ. അപ്പോൾ ഇത് നേരെ എടുക്കുക, കുരുട്ട് കളയുക, പുതിയത് വെക്കുക. കുക്കർ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരികയില്ല കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് ഞാൻ ഷീനിന്നാണ് വാങ്ങിച്ചത്. നാട്ടിലൊക്കെ ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആമസോണിൽ കാണുമായിരിക്കും. ഞാനിത് വാങ്ങിച്ചത് ഷീനിന്നാണ്. അധികം പൈസയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ അത് 90 പെൻസോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉടനെ തന്നെ അരിയിടാം. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു 3/4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണേ. വെള്ളം നന്നായിട്ട് തിളച്ചായിരുന്നു കേട്ടോ. എന്ത് റൈസാ ചേച്ചി? സാധാരണ ഇത് ഉണ്ടാക്കുന്നത് സെല്ല റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സെല്ല റൈസ് തീർന്നു പോയി. അപ്പം ഞാൻ നോർമൽ ബിരിയാണി അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സെല്ല റൈസ് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ കടകളിലും തന്നെ കിട്ടും. അപ്പം അത് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് വേറെ ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ സെൽഫി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ശോഭയും കൂടെ ഇവിടെ പ്ലേറ്റിൽ ചിക്കൻ മഹദൂദൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ കാണാനും നല്ലതാണ്. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ശോഭ ഒന്ന് കഴിച്ചു നോക്കിയാൽ ശോഭ എന്നിട്ട് അഭിപ്രായം പറയാം. എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശോഭ ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ see you again. Thank you.